ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LDC 100 Days ചലഞ്ച് ഡേ 65 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 65 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്ന്. ആദ്യത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: റാം ആൻഡ് ശ്യാം ആർ ഫ്രണ്ട്സ്. ദ ഫോർമർ ഈസ് ഷോർട്ട് ബട്ട് ദ ഡാഷ് ഈസ് വെരി ഷോർട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് പറയേണ്ടത്. ഓപ്ഷൻ വന്നിരിക്കുന്നു ലേറ്റർ, ലേറ്റസ്റ്റ്, ലാസ്റ്റ്, ലാറ്റർ എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം എന്താ സുഹൃത്തുക്കളെ? ലാറ്റർ എന്നാണ്. അതായത് ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ രണ്ട് വ്യക്തികളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ച ഒരു കാര്യം പറയുമ്പോൾ അതിൽ രണ്ടാമത്തെ വ്യക്തിയുടെ ക്വാളിറ്റി പറയുവാണെങ്കിൽ നമ്മൾ ലാറ്റർ ഉപയോഗിക്കുന്നു. ഇനി ഒന്നാമത്തെ വ്യക്തിയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഫോർമർ ഉപയോഗിക്കുന്നു. പഠിച്ചോളണേ. അപ്പോ ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റാം ആൻഡ് ശ്യാം ആർ ഫ്രണ്ട്സ്. ദ ഫോർമർ ഈസ് ഷോർട്ട് ബട്ട് ദ ഡാഷ് ഈസ് വെരി ഷോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഫോർമർ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? ഫോർമർ എന്നുള്ളത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയെ കാണിക്കാൻ അല്ലെങ്കിൽ ശ്യാമിനെ കാണിക്കാൻ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് PSC ചോദിച്ചത്. ഉത്തരം എന്താണ്? ലാറ്റർ എന്നാണ്. ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ രണ്ടാമത്തെ എന്തിനെങ്കിലും സൂചിപ്പിക്കാനാണ് നമ്മൾ ലാറ്റർ ഉപയോഗിക്കുന്നത്. ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ചോദ്യം, ദ ഒപ്പോസിഷൻ പാർട്ടി ഡാഷ് എ സ്ട്രൈക്ക്. കാൾ ഓൺ, കാൾ അറ്റ്, കാൾ ഓഫ്, കാൾ ഫോർ. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? കാൾ ഫോർ ആണ്. കാരണം കാൾ ഫോറിന്റെ അർത്ഥം എന്താണ്? ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ദ ഓപ്പോസിഷൻ പാർട്ടി കാൾ ഫോർ എ സ്ട്രൈക്ക് എന്നാണ് ശരിയായ ഉത്തരം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ചെയ്തു? ഒരു സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോ കാൾ ഫോർ എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ? ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കുക. ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. അതിൽ പറഞ്ഞിരിക്കുന്നു ജെന്റിലാണോ, ജെന്റിയിലാണോ, ജെന്റയിലാണോ, ജെന്റിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് PSC ഇവിടെ ചെയ്തിരിക്കുന്ന വേറൊന്നുമില്ല, ഒരുപോലെയുള്ള 4 ഓപ്ഷൻസ് തന്നിരിക്കുകയാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചാല് ജെന്റീൽ എന്നാണ് കേട്ടോ. ജെന്റീൽ മീൻസ് കുലീനമായത് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോ ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി എന്ന് ചോദിച്ചാൽ എന്താണ്? ജെന്റീൽ ഫാമിലി ആണ്. എന്ന് വെച്ചാല് ജെന്റീലിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? കുലീനമായത് എന്നാണ് അർത്ഥം. അർത്ഥം എന്താ സുഹൃത്തുക്കളെ? കുലീനമായതാണ്, അല്ലാതെ ജെന്റിൽ ഫാമിലി എന്നല്ല. ഹീസ് എ ജെന്റിൽ മാൻ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരു ഫാമിലിയെ പറയുമ്പോൾ എപ്പോഴും ജെന്റീൽ ഫാമിലി എന്നാണ് പറയുന്നത്. അതിനർത്ഥം കുലീനമായ ഫാമിലി എന്നാണ്. പഠിക്കുക. അടുത്ത ചോദ്യം, ഹാവ് യു റീഡ് ഒതെല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് മീ. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് ചേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹാവ് യു റീഡ് ഒതെല്ലോ? അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ ഒതെല്ലോ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള സെന്റൻസ് എങ്ങനെ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണ് എന്ന് നോക്കുക. അത് നോക്കാനായിട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്നാണ്. ആസ്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ ആണ്. ആസ്ക്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് എന്തിലാണ്? പാസ്റ്റ് ടെൻസിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ? പാസ്റ്റ് ടെൻസിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഹാവ് യു റീഡ് ഒതെല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആസ്ക്ഡ് എന്നുള്ള പദം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വാക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതെന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റിൽ തന്നെ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കാനുള്ളത് തന്നിരിക്കുന്നത് ഏതു സെന്റൻസ് ആണ് എന്ന് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്നത് ഏത് തരം സെന്റൻസ് ആണ് എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ തന്നിരിക്കുന്നു ഹാവ് യു റീഡ് ഒതെല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് കാണും. അപ്പോൾ ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആരംഭിക്കുന്നത് എന്തിലായിരിക്കും? ഈ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസിലായിരിക്കും ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും ആരംഭിക്കുന്ന അത്തരം ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അതായത് ഹൂ എന്നോ ഹൗ എന്നോ വാട്ട് എന്നോ വെയർ എന്നോ എന്നൊക്കെ പറഞ്ഞായിരിക്കും ആരംഭിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു എന്തു സെന്റൻസ് ആണെന്ന് മനസ്സിലായി? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് മനസ്സിലായി. ഇനി ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ വേർഡ് ഓർഡർ എങ്ങനെ മാറ്റണം? സ്റ്റേറ്റ്മെന്റിൽ വേർഡ് ഓർഡർ ആക്കി മാറ്റണം. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ററോഗേറ്റീവ് ആയിട്ട് തന്നിരിക്കുന്ന സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താക്കി മാറ്റണം? സ്റ്റേറ്റ്മെന്റ് ഓർഡർ ആക്കി മാറ്റണം. അതായത് അതിനകത്ത് യെസ് ഓ നോ എന്ന് ഉത്തരം പറയാൻ പാടില്ല. അതിനെ എന്താക്കി മാറ്റണം? ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയുവാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത്, അതുകൂടെ ആകുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞു. നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന സെന്റൻസിനോടൊപ്പം ഇഫ് ഓർ അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. ഇഫ് ഓർ അല്ലെങ്കിൽ വെദർ ഉപയോഗിച്ചു വേണം എഴുതുവാനുള്ളത്. ഈ മൂന്ന് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ നിങ്ങൾക്ക് മാറ്റാം, റിപ്പോർട്ടിലോട്ട് മാറ്റാം എന്ന് പഠിക്കാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞുതരാം. സംഭവം ഒന്നുമില്ല. ഹാവ് യു റീഡ് ഒതല്ലോ ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് നോക്കുക. അപ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ, ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ഫോർമാറ്റിലുള്ള സെന്റൻസ് ആണ്. അതിനെ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. സെക്കൻഡ് പോയിന്റ്, നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് തരം സെന്റൻസ് ആണെന്ന് കണ്ടെത്തണം. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നതുകൊണ്ട് എനിക്ക് പറയാം ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ററോഗേറ്റീവ് സെന്റൻസിനകത്ത് നമ്മൾ പറയുന്നത് രണ്ട് ടൈപ്പ് സെന്റൻസ് ഉണ്ട്. ഇന്ററോഗേറ്റീവിനകത്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അറിയാം. ഹാവ് യു റീഡ് ഒതല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഒന്നിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസിലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇന്ററോഗേറ്റീവ് സെന്റൻസിന് നമുക്ക് ഡയറക്റ്റ് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ ഇന്ററോഗേറ്റീവ് സെന്റൻസിന് നമ്മൾ എന്തായിട്ട് മാറ്റണം? സ്റ്റേറ്റ്മെന്റ് ഓർഡറിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ അവകാശമുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്താ സുഹൃത്തുക്കളെ പഠിക്കാനുള്ളത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ അതിനോടൊപ്പം ഇഫ് ഓർ അല്ലെങ്കിൽ വെദർ ചേർത്തിരിക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഇഫ് ഓർ വെദർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇഫ് ഓർ വെദർ ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഓപ്ഷനിലോട്ട് കിടക്കാം. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ റീഡ് ഒതല്ലോ. വെദർ ഐ റീഡ് ഒതല്ലോ ഇതങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ടെൻസ് അവിടെ വ്യത്യാസമാണ്. പാസ്റ്റ് ടെൻസ് തന്നെ നമ്മൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അവിടെ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ വുഡ് റീഡ് ഒതല്ലോ. അവിടെയും എന്താ സംഭവിച്ചത്? നമ്മുടെ ടെൻസ് എന്ത് ചെയ്തു? തെറ്റിപ്പോയി. ടെൻസ് വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ദ ടീച്ചർ ആസ്ക്ഡ് ദാറ്റ് ഐ റീഡ് ഒതല്ലോ. ഇതിനകത്ത് എന്താ പ്രശ്നം എന്നുള്ളത് പറയാലോ സുഹൃത്തുക്കളെ. ഒന്നാമത്തെ ടെൻസ് തെറ്റാണ്, രണ്ടാമത് ഇഫ് ഓർ വെദർ ഇല്ല. സോ ദാറ്റ് ആൻസർ എന്താണ്? തെറ്റാണ്. പിന്നെ ശരിയായ ഉത്തരം എന്താണ്? ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് റീഡ് ഒതല്ലോ. വെദർ ഐ ഹാഡ് റീഡ് ഒതല്ലോ. ബിക്കോസ് എന്താണ്? ഇവിടെ ഹാവ് എന്നുള്ളത് എന്തായിട്ട് മാറും? നമ്മുടെ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഹാഡ് ആയിട്ട് മാറും. യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. സോ നമ്മുടെ സെന്റൻസ് എന്തായിട്ട് മാറി? സ്റ്റേറ്റ്മെന്റ് ലെവലിലോട്ട് മാറി. ദ ടീച്ചർ ആസ്ക്ഡ് മീ. ആസ്ക്ഡ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാസ്റ്റ് ടെൻസിലോട്ട് മാറിക്കഴിഞ്ഞു. വെദർ ഐ ഹാഡ് റീഡ് ഒതല്ലോ. വെദർ ഐ ഹാഡ് റീഡ് ഒതല്ലോ. കാര്യം ഹാവ് കിടക്കുന്നതുകൊണ്ട് ഹാവിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഹാഡ് നമ്മൾ ഉപയോഗിച്ചു. വെദർ ഐ ഹാഡ് റീഡ് ഒതല്ലോ. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റ് കാർ ഈസ് ഡാഷ് മോർ എക്സ്പെൻസീവ് ദാൻ ഗ്രീൻ. ദ വൈറ്റ് കാർ ഈസ് ഡാഷ് മോർ എക്സ്പെൻസീവ് ദാൻ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ശരിയായിട്ടുള്ളത് സ്ലൈറ്റ്ലി എന്നാണ് കേട്ടോ. ദ വൈറ്റ് കാർ ഈസ് ഡാഷ് മോർ എക്സ്പെൻസീവ് ദാൻ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലൈറ്റ്ലി എന്നാണ് കേട്ടോ അവിടെ വരാനുള്ള ശരിയായ വാക്ക്. ദ വൈറ്റ് കാർ ഈസ് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ഗ്രീൻ കാർ. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ എന്തുകൊണ്ട് വെരി മോർ എക്സ്പെൻസീവ് എന്ന് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാറില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ രണ്ടും വാഹനങ്ങളാണ്, നിറത്തിന്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോ ഒരുപാട് എക്സ്പെൻസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല ആ നിറത്തിന്റെ വ്യത്യാസം കൊണ്ട്. അപ്പോ ഒരു ചെറിയ വ്യത്യാസത്തിന് മാത്രമാണ് അവിടെ കാണിക്കണമെങ്കിൽ ദ വൈറ്റ് കാർ ഈസ്
സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ഗ്രീൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പഠിക്കുക. ഐ ആം എൽഡർ ടു യു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് PSC ചോദിച്ചിരിക്കുന്നത്. ഐ ആം എൽഡർ ടു യു. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ആറിന്റെ ഐ ആണ് കേട്ടോ. ആറിന്റെ ഐ ആണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആം ഐ എന്ന് പറയുന്നതിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ആറിന്റെ ഐ ആണ് കേട്ടോ. അല്ലെങ്കിൽ ആർ നോട്ട് അല്ലെങ്കിൽ ആറിന്റെ ഐ ആണ് കേട്ടോ. പഠിച്ചോളനെ. ആം ഐ എന്ന് പറയുന്നതിന്റെ നെഗറ്റീവ് എന്താ സുഹൃത്തുക്കളെ? ആറിന്റെ ഐ ആണ്. ആറിന്റെ ഐ ആണ് ശരിയായിട്ടുള്ളത്. ആം ഐയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ആറിന്റെ ഐ ആണ്. സോ അതങ്ങ് പഠിച്ചു വെക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം എ ബി ഓർ സി ബെസ്റ്റ് ഡാഷ് ദ ക്വസ്റ്റ്യൻ എന്നാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ. എ ബി ഓർ സി ബെസ്റ്റ് ഡാഷ് ദ ക്വസ്റ്റ്യൻ. ശരിയായ ഉത്തരം എന്താണ്? ആൻസേഴ്സ് എന്നാണ്. അപ്പോ നമ്മുടെ ഓപ്ഷനിലുണ്ട് ആൻസർ, ആൻസേർഡ്, ആൻസേഴ്സ്, നൺ ഓഫ് ദീസ് ബോയ് എന്നാണ്. ഇതിന്റെ ശരിയായ ഉത്തരം ആൻസേഴ്സ് എന്നാണ്. ഒരിക്കലും ആൻസേർഡ് എന്ന് എഴുതി വെക്കല്ലേ, തെറ്റാണ്. ആൻസേർഡ് എന്ന് എഴുതി വെക്കരുത്, തെറ്റാണ്. അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം എന്താണ്? ആൻസേഴ്സ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ആൻസേഴ്സ് എന്ന് വന്നതെന്ന് ചോദിച്ചാല് ഇവിടെ ആൻസേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു വെർബാണ് കേട്ടോ. ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാല് ഏതെങ്കിലും രണ്ട് വാക്കുകളെ അല്ലെങ്കിൽ സെന്റൻസിനെ നമ്മൾ ഓർ എന്ന് പറയുന്നത് കൊണ്ട് ചേർത്ത് എഴുതുന്നതിനാല് സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ ആണ്. അതിനാൽ സിംഗുലർ വെർബായ ആൻസേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. ബാക്കിയെല്ലാം എന്താണ്? ഫ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആൻസേഴ്സ് ഉപയോഗിച്ചത്. മനസ്സിലായോ സുഹൃത്തുക്കളെ? അപ്പോൾ ഇവിടെ നമ്മൾ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഒരു വെർബായിട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ആൻസേഴ്സ് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഏതെങ്കിലും രണ്ട് സെന്റൻസിനെ ഓർ എന്ന് പറയുന്നത് കൊണ്ട് ചേർത്ത് എഴുതുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? സിംഗുലർ വെർബ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ആൻസേഴ്സ് എന്ന്. അപ്പൊ നമ്മുടെ ശരി ഉത്തരം എന്താണ്? എ ബി ഓർ സി ബെസ്റ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ. ബെസ്റ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ എന്നാണ് പഠിക്കുക. ദ മാരേജ് പാർട്ടി ഡാഷ് അറ്റ് ഡൗൺ. ഉത്തരം എന്താണ്? സെറ്റ് ഓഫ് ആണ് കേട്ടോ. ദ മാരേജ് പാർട്ടി സെറ്റ് ഓഫ് അറ്റ് ഡൗൺ എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദ മാരേജ് പാർട്ടി സെറ്റ് ഓഫ് അറ്റ് ദ ഡൗൺ എന്നാണ് ശരിയായ ഉത്തരം. പഠിക്കുക. ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം അബൌട്ട് ഹെർ പ്ലാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളെ ബ്രാക്കറ്റിനകത്ത് ടെൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ടെല്ലിന്റെ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം എബൌട്ട് ഹെർ പ്ലാൻസ്. അതായത് അവളുടെ പ്ലാനിൽ നിന്ന് അവനെ ഒഴിവാക്കി എന്നാണ് കേട്ടോ. അവനോട് പറയാതെ അവനെ ഒഴിവാക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെല്ലിന്റെ ഏത് ഫോമാണ് വരുന്നതെന്നാണ് PSC ചോദിക്കുന്നത്. ശരിയായ ഉത്തരം ടെല്ലിംഗ് എന്നാണ് കേട്ടോ. ഷീ അവോയ്ഡഡ് ടെല്ലിംഗ് ഹിം എബൌട്ട് ഹെർ പ്ലാൻസ് എന്നാണ്. ഷീ അവോയ്ഡഡ് ടെല്ലിംഗ് ഹിം എബൌട്ട് ഹെർ പ്ലാൻസ് എന്നാണ് പഠിക്കുക. ഫിസിക്സ് ഡാഷ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഫിസിക്സ് ഡാഷ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഒരുപാട് പേർക്ക് തെറ്റുന്ന പോയിന്റ് ആണ്. ഫിസിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് കേട്ടോ. അതായത് ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വെർബ് ആയതുകൊണ്ട് അതിനോടൊപ്പം ഉപയോഗിക്കാനുള്ളത് എന്തായിരിക്കണം? ഒരു സിംഗുലർ ആയിട്ടുള്ള ആക്സിലറി വെർബ് ആയിരിക്കണം ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഫിസിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് എന്നാണ്. ഫിസിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് എന്നാണ്. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഫിസിക്സ് വാസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് എന്നൊക്കെ തോന്നും. അത് തെറ്റാണ്. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അജി ഈസ് ഡാഷ് ദാൻ സ്ട്രോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് വൈസർ, വൈസസ്റ്റ്, മോർ വൈസ്, മോസ്റ്റ് വൈസ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? മോർ വൈസ് എന്നുള്ളതാണ് കേട്ടോ സുഹൃത്തുക്കൾ. എന്താണ്? മോർ വൈസ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്ന് ചോദിച്ചാല് ഇതിനകത്ത് എന്താ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? അജിക്ക് ശക്തിയേക്കാൾ ബുദ്ധിയാണ് കൂടുതൽ എന്ന അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ സെന്റൻസ് എഴുതണമെന്നാണ് കേട്ടോ. അജിക്ക് ശക്തിയേക്കാൾ ബുദ്ധിയാണ് കൂടുതൽ എന്ന അർത്ഥം വരുന്നതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളതെന്നാണ്. അപ്പോൾ ഇതിന് ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോർ വൈസ് എന്നാണ്. അപ്പോഴാണ് നമ്മുടെ ശരിയായിട്ടുള്ള സെന്റൻസ് വരുന്നത്. അജി ഈസ് മോർ വൈസ് ദാൻ സ്ട്രോങ് എന്നാണ് വരാനുള്ളത്. അപ്പൊ മിക്ക സുഹൃത്തുക്കളും ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ട് നമ്മൾ വൈസർ ഉപയോഗിച്ചില്ല എന്നുള്ളത്. വൈസർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഫോം ഓഫ് വൈസ് ആണ് കേട്ടോ. വൈസിന്റെ കമ്പാരിറ്റീവ് ഫോം ആണ് വൈസർ എന്ന് പറയുന്നത്. പഠിച്ചോളുക. വൈസിന്റെ കമ്പാരിറ്റീവ് ഫോം ആണ് വൈസർ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കാറില്ല. മോർ വൈസ് ആണ് അവിടെ ശരിയായിട്ട് വരുന്നത്. കാരണം
ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ 2 ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഗുണങ്ങൾ വരുമ്പോൾ അവിടെ മോർ വൈസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരാളെ ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ? വൈസർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് അജി ഈസ് വൈസർ ദാൻ മനു എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ വൈസർ ഉപയോഗിക്കാം. കാരണം അവിടെ 2 വ്യക്തികളുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് വൈസർ നമ്മൾ ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ അജി എന്ന് പറയുന്നത് ഒരു വ്യക്തിയേ ഉള്ളൂ. അജിയുടെ തന്നെ 2 ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അജിക്ക് ബുദ്ധിയുമുണ്ട്, എന്നാൽ അവൻ ശക്തി എന്താണ് കുറവാണ്. അപ്പോൾ അവന്റെ 2 ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വ്യക്തി ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ മോർ വൈസ് നമ്മൾ ഉപയോഗിച്ചത്. വൈസർ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്ത സുഹൃത്തുക്കളെ? വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസിന്റെ കമ്പാരിറ്റീവ് ഫോം ആണ്. കമ്പാരിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 2 വ്യക്തിത്വങ്ങൾ വേണം കമ്പയർ ചെയ്യാനായിട്ട്. അല്ലാതെ ഒരാളുടെ 2 ഗുണങ്ങൾ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കമ്പാരിറ്റീവ് ഫോം എന്ന് പറയാൻ പറ്റൂല. അപ്പൊ 2 വ്യക്തികൾ ഇവിടെ ഇല്ല, അജി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് വൈസർ ഉപയോഗിക്കാൻ കഴിയാത്തത്. അജിക്ക് പകരം മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വൈസർ ഉപയോഗിക്കാമായിരുന്നു, തെറ്റില്ലായിരുന്നു. അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഹി ഈസ് ബാക്ക്വേർഡ് ഡാഷ് ഹിസ് സ്റ്റഡീസ്. ശരിയായ ഉത്തരം ഇന്നെന്നാണ് കേട്ടോ സുഹൃത്തുക്കളെ, പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്നെന്നാണ്. ഹി ഈസ് ബാക്ക്വേർഡ് ഇൻ ഹിസ് സ്റ്റഡീസ് എന്നാണ്. ഹി ഈസ് ബാക്ക്വേർഡ് ഇൻ ഹിസ് സ്റ്റഡീസ് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഹി ഈസ് ബാക്ക്വേർഡ് ഇൻ ഹിസ് സ്റ്റഡീസ് എന്നാണ് പഠിക്കുക. അടുത്ത ചോദിച്ചിരിക്കുന്നു ആന്റോണിം ഓഫ് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റിയുടെ ആന്റോണിം അല്ലെങ്കിൽ എതിർപദമാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? കോൺസീറ്റ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. കോൺസീറ്റ് എന്ന് വെച്ചാൽ അഹന്തതയുള്ളത് എന്നാണ് കേട്ടോ. അപ്പോ ആന്റോണിം ഓഫ് ഹ്യൂമിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്? കോൺസീറ്റ് ആണ്. കൺസീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അഹന്തതയുള്ളതെന്നാണ് പഠിക്കുക. ഹാങ് ടുഗദർ മീൻസ് എന്താണ്? വർക്ക് ഇൻ യൂണിയൻ എന്നാണ് അർത്ഥം കേട്ടോ. ഹാങ് ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇഡിയമാണ്. അതിന്റെ അർത്ഥം എന്താണ്? വർക്ക് ഇൻ യൂണിയൻ എന്നാണ് അർത്ഥം. അപ്പൊ ഹാങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വർക്ക് ഇൻ യൂണിയൻ എന്നാണ് പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ കാറ്റ് റാൻ ആൻഡ് ഡാഷ് ദ റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഉത്തരം സീസ്ഡ് എന്നാണ് കേട്ടോ. അതായത് സീസ്ഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ ടേക്ക് ഹോൾഡ് ഓഫ് സംതിങ്, എന്തിനെങ്കിലും നമ്മൾ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കൂലേ, അതിനെ പറയുന്ന പേരാണ് സീസ്ഡ് എന്നുള്ളത്. ദ കാറ്റ് റാൻ ആൻഡ് സീസ് ദ റാറ്റ്. അതായത് പൂച്ച ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു? ആ എലിനെ എന്ത് ചെയ്തു? ഹോൾഡ് ചെയ്തു, പിടിച്ചു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള രീതി. അപ്പോ ദ കാറ്റ് റാൻ ആൻഡ് ഡാഷ് ദ റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഉത്തരം എന്താണ്? സീസ്ഡ് എന്നാണ്. സീസ്ഡ് വാക്കിന്റെ അർത്ഥം എന്താണ്? ടേക്ക് ഹോൾഡ് ഓഫ് സംതിങ്, എന്തിനെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീസ്ഡ് എന്ന് പറയുന്നത്. അപ്പോ ദ കാറ്റ് റാൻ ആൻഡ് സീസ്ഡ് ദ കാറ്റ് ആണ് ശരിയായ ഉത്തരം. നമ്മുടെ 20ാമത്തെ ചോദ്യം, സക്സസ് ആൻഡ് ഡാഷ് ഓൺ ദ 2 sides ഓഫ് എ കോയിൻ. സക്സസ് ആൻഡ് ഡാഷ് ഓൺ ദ 2 sides ഓഫ് എ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഉത്തരം എന്താണ്? ഫെയിലിയർ ആണ് കേട്ടോ. അതായത് സക്സസും ഫെയിലിയറും ഒരു കോയിന്റെ 2 വശങ്ങളാണ് എന്ന് പറയുന്നതാണ് ശരി. നമ്മുടെ 21ാമത്തെ ചോദ്യം കംപ്ലീറ്റ് സെന്റൻസ് എന്നാണ്. നമുക്ക് നോക്കാം. മൈ ഫ്രണ്ട് ഡാഷ് മൈ ബ്രദർ ഈസ് ഇല്ലെന്നാണ്. മൈ ഫ്രണ്ട് ഡാഷ് മൈ ബ്രദർ ഈസ് ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ആസ് വെൽ ആസ് എന്നാണ് വരാനുള്ളത്. എന്താണ്? ആസ് വെൽ ആസ് ആണ് വരാനുള്ളത്. ഇനി എന്തുകൊണ്ട് ആസ് വെൽ ആസ് വന്നു, സോ ദാറ്റ് വന്നില്ല എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ മൈ ഫ്രണ്ട് ഡാഷ് മൈ ബ്രദർ ഈസ് ഇല്ല് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവിടെ ആ ഈസിന് വളരെ വലിയൊരു വിലയുണ്ട് കേട്ടോ. അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ മൈ ഫ്രണ്ടിന് ശേഷം വരാനുള്ളത് ഏത് വാക്കാണെന്ന് നമ്മൾ തീരുമാനിക്കാനുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ആസ് വെൽ ആസ് വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസില് സബ്ജക്റ്റിലെ വെർബിനെ നിർണ്ണയിക്കുന്ന ഭാഗം മൈ ഫ്രണ്ട് എന്നുള്ളതാണ് കേട്ടോ സുഹൃത്തുക്കളെ. മൈ ഫ്രണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ മൈ ഫ്രണ്ട് എന്നുള്ളത് എങ്ങനെ എനിക്ക് സിംഗുലർ ആണ് എന്ന് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാല് അതുകൊണ്ടാണ് മൈ ബ്രദർ ഈസ് ഇല്ല് എന്ന് വന്നത്. ഇവിടെ ഈസ് കിടക്കുന്നുണ്ടോ? ഈ ഈസ് വന്നതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാല് സബ്ജക്ട് എന്തായത് കൊണ്ടാ സുഹൃത്തുക്കളെ? സബ്ജക്ട് സിംഗുലർ ഫോമിലായത് കൊണ്ടാണ് കേട്ടോ. അപ്പോ സബ്ജക്ട് സിംഗുലർ ഫോമിലായത് കൊണ്ടാണ് മൈ ബ്രദർ ഈസ് ഇല്ല് എന്ന് വന്നത്. അവിടെ ഈസ് വന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ തന്നിരിക്കുന്ന സബ്ജക്ട് എന്താണ്? സിംഗുലർ ആണ്. ഇങ്ങനെയുള്ള സെന്റൻസുകളിലെല്ലാം ആദ്യത്തെ സബ്ജക്റ്റ് ആയിരിക്കും എന്ത് തീരുമാനിക്കുന്നത്? തന്നിരിക്കുന്ന സെന്റൻസ് സിംഗുലർ സെന്റൻസ് ആണോ അല്ലെങ്കിൽ ഫ്ലൂറൽ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആദ്യത്തെ വേർഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായെന്ന് ചോദിച്ചാല്
മൈ ബ്രദർ ഈസ് ഇല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈസ് എന്ന് പറയുന്നത് വെർബ് എപ്പോഴും എന്തിന്റെ കൂടെ ഉപയോഗിക്കുള്ളൂ? സിംഗുലർ ഫോം ഓഫ് ദ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ സിംഗുലർ ഫോം വരണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? ആസ് വെൽ ആസ് ആയിരിക്കണം. അതായത് മൈ ഫ്രണ്ട് ആസ് വെൽ ആസ് മൈ ബ്രദർ ഈസ് ഇല്ലേ, എന്റെ സുഹൃത്തിനും അതുപോലെ തന്നെ എന്റെ ബ്രദറിനും എന്താണ്? വയ്യ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അസുഖം ബാധിച്ചു എന്നല്ലെങ്കിൽ സുഖമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ മൈ ഫ്രണ്ട് ആസ് വെൽ ആസ് മൈ ബ്രദർ ഈസ് ഇല്ലെന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് ആരാ വരുന്നത്? മൈ ഫ്രണ്ട് ആണ് വരുന്നത്, അല്ല മൈ ബ്രദർ ആണോ വരുന്നത്? അല്ല, മൈ ഫ്രണ്ട് ആണ് വരുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ എപ്പോഴും ആസ് വെൽ ആസിന് തൊട്ടു മുമ്പ് വരുന്ന സെന്റൻസ് ഏതാണോ ആ സെന്റൻസ് ആണ് എന്ത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന വാക്കാണ് എന്ത് തീരുമാനിക്കുന്നത്? ആ സെന്റൻസ് സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും ആസ് വെൽ ആസിന് മുമ്പ് വരുന്ന ആ ഒരു വേർഡായിരിക്കും തന്നിരിക്കുന്ന സെന്റൻസ് സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതിനുശേഷമായിരിക്കും അവിടെ നമ്മൾ വെർബ് ഉപയോഗിക്കുവാനുള്ളത്. അപ്പോൾ ഇവിടെ വെർബ് ഈസ് ആയതുകൊണ്ട് എനിക്ക് കൺഫേം ആയി എന്താണ് തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് സിംഗുലർ സെന്റൻസ് ആണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സബ്ജക്ട് സിംഗുലർ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സിംഗുലർ സബ്ജക്ട് ആണ് വരണമെങ്കിൽ ആസ് വെൽ ആസ് ആണ് അവിടെ ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് പറയാം മൈ ഫ്രണ്ട് ആസ് വെൽ ആസ് മൈ ബ്രദർ ഈസ് ഇല്ലെന്ന് എനിക്ക് പറയാം. നമ്മുടെ 22ാമത്തെ സെന്റൻസും ഇതുപോലെ മറ്റൊരു സെന്റൻസ് ആണ്. രാജു ആസ് വെൽ ആസ് മനു ഗോയിങ് ടു ദ ലൈബ്രറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജു ആസ് വെൽ ആസ് മനു ഡാഷ് ഗോയിങ് ടു ദ ലൈബ്രറി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഉപയോഗിക്കേണ്ട വെർബ് ഏതെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? ഈസ് ആണ്. കാരണം എന്താണ്? ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനെ ആയിരിക്കണം എന്താണ് തന്നിരിക്കുന്ന സെന്റൻസ് സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. രാജു എന്ന് പറയുന്ന സിംഗുലർ അല്ലേ സുഹൃത്തുക്കളെ? ഒരാളുടെ പേരല്ലേ, അയാൾ സിംഗുലർ അല്ലേ? സിംഗുലർ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന വെർബും എന്തിലായിരിക്കണം? സിംഗുലറിലായിരിക്കണം. അപ്പോൾ ഇവിടെ ആറല്ല, വാസ് അല്ല, ഹാവ് അല്ല. ശരിയായ ഉത്തരം ഏതാണ്? ഈസ് ആണ്. അപ്പോ രാജു ആസ് വെൽ ആസ് മനു ഈസ് ഗോയിങ് ടു ദ ലൈബ്രറി ആണ്. മിക്കുള്ളവരും വന്ന് ഈ വാസ് ഗോയിങ് ടു ദ ലൈബ്രറി വീണ്ടും നെഗറ്റീവ് അടിക്കാറുണ്ട്. ഒരിക്കലും വരില്ല, കാരണം തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റ് ഫോമിലാണ്, അതുകൊണ്ടാണ് ഗോയിങ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. രാജു ആസ് വെൽ ആസ് മനു ഈസ് ഗോയിങ് ടു ദ ലൈബ്രറി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളത് പഠിക്കുക. അപ്പോ ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിന് തൊട്ട് മുമ്പുള്ള വേർഡ് ഏതാണോ ആ വേർഡാണ് തന്നിരിക്കുന്ന സെന്റൻസിലെ സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ദോസ് വിത്ത് ഡാഷ് യു അസോസിയേറ്റ് ഷുഡ് ബി ഹോണസ്റ്റി. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ദോസ് വിത്ത് ഡാഷ് യു അസോസിയേറ്റഡ് ഷുഡ് ബി ഹോണസ്റ്റി. ശരിയായുള്ള ഉത്തരം ഹൂം എന്നാണ് കേട്ടോ. ഹൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ എന്നാണ് അർത്ഥം കേട്ടോ. ഹൂമിന്റെ അർത്ഥം എന്താണ്? ആരാണോ. അപ്പോ ദോസ് വിത്ത് ഹൂം യു അസോസിയേറ്റഡ് ഷുഡ് ബി ഹോണസ്റ്റി എന്നാണ്. ദോസ് വിത്ത് ഹൂം യു അസോസിയേറ്റഡ് ഷുഡ് ബി എന്താണ്? ഹോണസ്റ്റി എന്നാണ് പഠിക്കുക. അപ്പൊ ഹൂമിന്റെ അർത്ഥം എന്താണ്? ആരാണോ എന്നാണ് അർത്ഥം. 23ാമത്തെ നമ്മുടെ ചോദ്യം ഹോഴ്സസ് ഡാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് കുതിരകൾ എങ്ങനെയാണ് ശബ്ദിക്കുന്നത് എന്നാണ്. ശരിയായ ഉത്തരം എന്താണ്? നൈഗാണ് കേട്ടോ. എന്താണ്? നൈഗാണ്. അതായത് സൗണ്ട് ഓഫ് ഹോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നൈഗാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ PSC കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. പഠിക്കുക. ഹോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുതിരകൾ എപ്പോഴും എങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? നൈഗ് എന്നാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹോഴ്സിന്റെ ശബ്ദം എന്താണ്? നൈഗ് എന്നാണ് കേട്ടോ. പഠിക്കുക. ഫ്ലൂറൽ ഫോം ഓഫ് അനാലിസിസ്. അനാലിസിസിന്റെ ഫ്ലൂറൽ ഫോം എന്താണ്? അനാലിസിസ് എന്നാണ് കേട്ടോ. അനാലിസിസിന്റെ ഫ്ലൂറൽ ഫോം എന്താ സുഹൃത്തുക്കളെ? അനാലിസിസ് എന്നാണ്. പഠിച്ചോളെ. പ്ലൂറൽ ഫോം ഓഫ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് എന്നാണ്. പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം ഐദർ യു ഓർ ഷീ ഡാഷ് ഗോ ടു ദ ബോക്സ്. ഐദർ യു ഓർ ഷീ ഡാഷ് ഗോ ടു ദ ബോക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഹാസ് വരുമോ, ഹാവ് വരുമോ, ഹാഡ് വരുമോ, നൺ ഓഫ് ദീസ് എബോവ് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്? ഹാസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതൊന്ന് പറഞ്ഞു തരാം. നമ്മൾ പറഞ്ഞ ആസ് വെൽ ആസ് എന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ഐദർ ഓർ വരുമ്പോൾ ഈ ഐദർ ഓർ വരുന്ന സിറ്റുവേഷനിൽ എപ്പോഴും രണ്ടാമത്തെ വാക്ക് ഏതാണോ ആ രണ്ടാമത് വരുന്ന വാക്കാണ് എന്ത് തീരുമാനിക്കുന്നത്? അവിടത്തെ സിംഗുലർ സബ്ജക്റ്റ് ആണോ അതോ ഫ്ലൂറൽ സബ്ജക്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഷീ ആണ് രണ്ടാമത് വന്നിരിക്കുന്നത്. അതായത് ഐദർ കഴിഞ്ഞതിന് ശേഷം ഒരു വാക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വരുന്നു, അതിനുശേഷം മോർ വരുന്നു, അതിനുശേഷം ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട്. ആ സബ്ജക്റ്റ് ആണ് എന്ത് തീരുമാനിക്കുന്നത്? തന്നിരിക്കുന്ന സെന്റൻസ് സിംഗുലർ ഫോം ആണോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഫ്ലൂറൽ ഫോം ആണോ എന്ന്
തീരുമാനിക്കുന്നത്. ഇവിടെ ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ഫോം അല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ സ്വാഭാവികമായിരിക്കും തന്നിരിക്കുന്ന സെന്റൻസ് എന്ത് ഫോമിലായിരിക്കണം? സിംഗുലർ വെർബിലായിരിക്കണം ആരംഭിക്കേണ്ടത് അല്ലെ? സിംഗുലർ വെർബ് ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. തന്നിരിക്കുന്ന സിംഗുലർ വെർബ് ഏതാ സുഹൃത്തുക്കളെ? ഹാസ് ആണ് സിംഗുലർ വെർബ്. അതുകൊണ്ട് ഐദർ യു ഓർ ഷീ ഹാസ് ഗോ ടു ദ ബോക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ദ ട്രീ ആൾവേസ് ഹാസ് ഹൈറ്റ് എന്നാണ് കേട്ടോ, പഠിച്ചോളണേ. എ ട്രീ ആൾവേസ് ഹാസ് ഹൈറ്റ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ, പഠിച്ചോളണേ. എ ട്രീ ആൾവേസ് ഹാസ് ഹൈറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ സുഹൃത്തുക്കളെ, പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. എ ട്രീ ആൾവേസ് ഹാസ് ഹൈറ്റ് എന്നുള്ളതാണ് പഠിക്കുക. 28ാമത്തെ ചോദ്യം, ദ ഡീപ്പർ ഹി സ്റ്റഡീഡ് ഡാഷ്. ദ ഡീപ്പർ ഹി സ്റ്റഡീഡ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരിയായ ഉത്തരം എന്താണ്? ദ ഗ്രേറ്റർ ഹി അണ്ടർസ്റ്റുഡ്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ദ ഡീപ്പർ ഹി സ്റ്റഡീഡ്, ദ ഗ്രേറ്റർ ഹി അണ്ടർസ്റ്റുഡ് എന്നാണ്. അതായത് ദ മോർ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൂടുതൽ പഠിക്കും തോറും കൂടുതൽ മനസ്സിലാവും. അതാണ് കേട്ടോ ദ മോർ എന്നുള്ള പ്രയോഗം. നീ കൂടുതൽ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് കൂടുതൽ മനസ്സിലാവും. നീ നന്നായിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല മാർക്ക് ലഭിക്കും. ഇങ്ങനെ നമ്മൾ പറയൂലേ, അതിനെയാണ് ദ മോർ എന്നുള്ള പ്രയോഗം എന്ന് പറയുന്നത്. ദ ഡീപ്പർ ഹി സ്റ്റഡീഡ്, ദ ഗ്രേറ്റർ ഹി അണ്ടർസ്റ്റുഡ്. മനസ്സിലായോ? ദ ഡീപ്പർ ഹി സ്റ്റഡീഡ്, അവൻ ആഴത്തിൽ അവൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവന് എന്ത് ലഭിക്കും? ഗ്രേറ്റർ ഹി അണ്ടർസ്റ്റുഡ്. അവന് നന്നായിട്ട് ആഴത്തിൽ പഠിക്കും തോറും അവന് നല്ലതുപോലെ മനസ്സിലാകും. മനസ്സിലായോ? അപ്പോ ദ ഡീപ്പർ ഹി സ്റ്റഡീഡ്, ദ ഗ്രേറ്റർ ഹി അണ്ടർസ്റ്റുഡ് എന്നാണ് പഠിക്കുക. 29ാമത്തെ ചോദ്യം, മൈ പാരന്റ്സ് ടോൾഡ് മീ ദാറ്റ് ഐ വുഡ് ഹാവ് ടു ഡാഷ് ദം ദേ ബിക്കം ഓൾഡ്. അതായത് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ലുക്ക് ആഫ്റ്റർ എന്നാണ്. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ പരിപാലിക്കുക. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. മൈ പാരന്റ്സ് ടോൾഡ് മീ ദാറ്റ് ഐ വുഡ് ഹാവ് ടു ഡാഷ് ദം വെൻ ദേ ബിക്കം ഓൾഡ്. അതായത് എന്റെ പാരന്റ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ വയസ്സാകുന്ന സമയത്ത്, അവർക്ക് പ്രായം ചെല്ലുന്ന സമയത്ത് ഞാൻ അവരെ നോക്കണം അല്ലെങ്കിൽ പരിപാലിക്കണം എന്ന്. ഇതിനകത്ത് പരിപാലിക്കണം എന്ന വാക്കിനർത്ഥം വരുന്നത് ഏതാണ്? ലുക്ക് ആഫ്റ്റർ എന്നാണ് കേട്ടോ. ഇപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ പരിപാലിക്കുക എന്നാണ്. ഒരുപാട് തവണ PSC ചോദിച്ചുള്ള ഒരു പോയിന്റ് ആണ്, പഠിക്കുക. എ ലിറ്റർ ഓഫ് ഡാഷ്. എ ലിറ്റർ ഓഫ് എപ്പോഴും വരുന്ന ആരാണ്? പപ്പീസ് ആണ് കേട്ടോ, പഠിച്ചോളേ. എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നാണ് പറയുന്നത്. എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നാണ് പറയാറുള്ളത്, പഠിച്ചോളുക. എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചതാണ്. എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നാണ് പറയുന്നത്, പഠിക്കുക. ഊൾ ഗ്യാദറിംഗ് മീൻസ് എന്താണ്? ഡേ ഡ്രീമിംഗ് അല്ലെങ്കിൽ ദിവാസ്വപ്നം എന്നൊക്കെ നമ്മൾ പറയില്ല സുഹൃത്തുക്കളെ, അതിനെയാണ് ഈ വൂൾ ഗ്യാദറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വൂൾ ഗ്യാദറിംഗ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഡേ ഡ്രീമിംഗ് അല്ലെങ്കിൽ ദിവാസ്വപ്നം എന്നാണ്. അപ്പൊ 31ാമത്തെ ചോദ്യം എന്താണ്? ദ വൂൾ ഗ്യാദറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മീൻസ് ചെയ്യുന്നത് ഡേ ഡ്രീമിംഗ് ആണ് അല്ലെങ്കിൽ ദിവാസ്വപ്നത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വൂൾ ഗ്യാദറിംഗ് എന്ന്. 32ാമത്തെ ചോദ്യം, I feel dash about what happened. I feel dash about what happened. ശരിയായ ഉത്തരം എന്താണ്? ബാഡ് എന്നുള്ളതാണ് കേട്ടോ. I feel bad about what happened. I feel bad about what happened എന്നാണ് പഠിക്കുക. സെലക്ടഡ് ദ വേർഡ് വിച്ച് സ്പെൽ കറക്റ്റ്ലി. ശരിയായിട്ടുള്ളത് എന്താണ്? നമ്പർ 4 ആണ്. മെമ്മോറാണ്ടം എന്നുള്ളത് 3ാമത് എഴുതിയിരിക്കുന്നതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ മെമ്മോറാണ്ടത്തിന്റെ സ്പെല്ലിംഗ് മറക്കരുത്. MEMORANDUM മെമ്മോറാണ്ടം ആണ്. അല്ലെങ്കിൽ മെമ്മോ, MEMORANDUM എന്നങ്ങ് പഠിക്കുക. MEMO മെമ്മോ എന്ന് പഠിക്കുക. RAN റാൻ ഓടുക എന്ന് പഠിക്കുക. അതിനോടൊപ്പം എന്താണ്? DUM ഡം എന്ന് പഠിക്കുക. അപ്പൊ മെമ്മോറാണ്ടം നമ്മുടെ മനസ്സിൽ നിൽക്കും. മെമ്മോ, MEMO മെമ്മോ, RAN റാൻ ഓടുക. അതിനോടൊപ്പം എന്താണ്? ഡം, DUM ഡം. അപ്പൊ മെമ്മോറാണ്ടത്തിന്റെ സ്പെല്ലിംഗ് കൃത്യമായിട്ട് പഠിക്കാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. 34ാമത്തെ ചോദ്യം, എവരിഡേ ഹി ഡാഷ്ഡ് സ്കൂള്. എവരിഡേ ഹി ഡാഷ്ഡ് സ്കൂള്. ശരിയായ ഉത്തരം എന്താണ്? വാക്സ്ഡ് സ്കൂൾ ആണ് കേട്ടോ. എന്താണ്? വാക്സ്ഡ് സ്കൂൾ ആണ്. എവരിഡേ ഹി വാക്സ്ഡ് സ്കൂൾ ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാല് ഇവിടെ ഹാബിച്വൽ ആക്ഷനെയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഹാബിച്വൽ ആക്ഷൻ മീൻസ് ഡൂയിങ് സംതിങ് എവറി ഡേ. അതായത് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാബിച്വൽ ആക്ഷൻ എന്ന്. ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഹാബിച്വൽ ആക്ഷൻ ആണ് തന്നിരിക്കുന്ന സെന്റൻസ് എങ്കിൽ ആൾവേസ് ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റിൽ മാത്രമേ പറയാവൂ. അതായത് എന്താണ് ഹാബിച്വൽ ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരാൾ ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാബിച്വൽ ആക്ഷൻ. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിൾ പ്രസന്റിൽ മാത്രമേ പറയാവൂ. പഠിക്കുക. നമ്മുടെ 35ാമത്തെ ചോദ്യം,
The man dash came yesterday was her uncle. The man dash came yesterday was her uncle. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ഹൂ ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഇത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. ഹൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നലെ ആരാണോ വന്നത് ആ വ്യക്തി എന്താണ്? അവളുടെ അങ്കിളാണ്. The man who came yesterday was her uncle. ഇന്നലെ ആരാണോ വന്നത് അത് അവളുടെ അങ്കിളാണ്. The man who came yesterday was her uncle. നമ്മുടെ 36ാമത്തെ ചോദ്യം, would you please dash a bit? അതായത് would you please dash a bit എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? മൂവ് എന്നാണ് കേട്ടോ. അതായത് would youന് ശേഷം വരാനുള്ളത് ഒരു ബെയർ ഇൻഫിനിറ്റീവ് ചേർക്കണം. എന്നാല് would you മൈൻഡിന് ശേഷമാണെങ്കിൽ വരാനുള്ളത് ing ആയിരിക്കണം. അല്ലെങ്കിൽ വെർബിനോടൊപ്പം പ്ലസ് എന്താണ്? ing ഫോം ആയിരിക്കും വരാനുള്ളത്. അപ്പോൾ would youന് ശേഷം എന്തായിരിക്കണം വരാനുള്ളത്? ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം വരാനുള്ളത്. ഇതിനകത്ത് ബെയർ ഇൻഫിനിറ്റീവ് ആരാണ്? മൂവ് ആണ് ഇവിടുത്തെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ would you please move a bit എന്നേ പറയാനുള്ളൂ. ഇനി ഇതിന്റെ സ്ഥാനത്ത് would you mind ആണ് വന്നിരുന്നെങ്കിലോ? would you mind ആണ് വന്നിരുന്നെങ്കിൽ അവിടെ വരാനുള്ളത് മൂവിങ് എന്നാണ്. കാരണം ആ would you മൈൻഡിന് ശേഷം വരാനുള്ള വെർബിനോടൊപ്പം എന്ത് ചേർത്തിരിക്കണം? ing ഫോം ചേർത്തിരിക്കണം. അപ്പോൾ would youന് ശേഷം വരാനുള്ള വെർബ് എന്തായിരിക്കണം? ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ മൂവ് വന്നത്. അതുപോലെ തന്നെ would you മൈൻഡിന് ശേഷമാണ് വരാനുള്ള വെർബ് ആണെങ്കിൽ അവിടെ ing ഫോം ആയിരിക്കണം വരാനുള്ളത്. അന്റോണിം ഓഫ് റിജിഡ് നമ്മുടെ 37ാമത്തെ ചോദ്യമാണ്. അന്റോണിം ഓഫ് റിജിഡ്. റിജിഡിന്റെ അന്റോണിം അല്ലെങ്കിൽ എതിർപദം ചോദിച്ചാൽ ഫ്ലെക്സിബിൾ എന്നാണ് കേട്ടോ. റിജിഡ് എന്ന് വെച്ചാൽ നല്ല കട്ടി കൂടിയതായിട്ടിരിക്കുന്നു. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ വലിച്ചു നീട്ടാൻ കഴിയുന്നത് കേട്ടോ. അപ്പൊ അന്റോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജിഡ്, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ കഴിയുന്നത്. ഇത്രയുമായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിന്റെ ഭാഗമായി നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേടാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.